ആദർശും നയനയും നവ്യയുടെ സത്യം തിരിച്ചറിയുകയാണ്. അതായത് ആദർശിനോടും നമ്മുടെ നയനയോടും വേണമെങ്കിൽ നവ്യ തന്നെ മനസ്സ് തുറക്കുന്നു എന്ന് കാണാം. ഒരു വിധത്തിൽ ആദർശും നയനയും ആരാണ് സഹായിക്കുന്നത് എന്നുള്ള സത്യമൊക്കെ കണ്ടെത്തുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. അതിനുശേഷമാണ് നവ്യയെ ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആദർശാണെങ്കിൽ നവ്യയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഞങ്ങളെ സഹായിക്കുന്നത്? ഞങ്ങളറിയാതെ നീ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുകയാണ്, എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, അനന്തപുരി തറവാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അവരുടെ ചതികളൊക്കെ തിരിച്ചറിഞ്ഞ് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി എന്ന് നവ്യ ആദർശിനോടും നയനയോടും പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം ആദർശ് ഞെട്ടുകയാണ്.